എല്ലാ സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഒന്നടങ്കം ഇറങ്ങി വന്നില്ലേ? ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ഉമാ തോമസ് പറഞ്ഞില്ലേ? വിശ്വാസം വരുന്നില്ലേ? ബിന്ദു കൃഷ്ണ പറഞ്ഞില്ലേ? വിശ്വാസം വരുന്നില്ലേ? ഇനി ആരുടെ വാക്കുകളാണ് കേരളത്തിന് കേൾക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കേൾക്കേണ്ടത് ഷാഫി പറമ്പിലിൻ്റെയോ അതോ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വെട്ടുകിളികളുടെയോ? അവരാണോ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്? എന്തൊരു ദുര്യോഗമാണ് സാർ ഇത്! കേരളത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ്. ഇവിടെയാണ് ആബ്സെൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത്. കോൺഗ്രസിനെ അതിവേഗം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിന്, ഇന്നലെ ഉയർന്നു വന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? കരുണാകരൻ ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ, AK ആന്റണി ഉണ്ടായിരുന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതാണോ അവസ്ഥ? ഈ കോൺഗ്രസിനെ ഈ വഴിക്കാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവർ പറഞ്ഞേ മതിയാകൂ കേട്ടോ. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല. എന്തിനാണ് ഷാഫി നിരന്തരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആർ ദേ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് സമൂഹം ചോദിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ നിങ്ങൾ പങ്കാളിയാണോ എന്ന് സമൂഹം ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. അങ്ങനെ പറയിപ്പിക്കണോ ഇനി വീണ്ടും? ഓരോ ദിവസം ഓരോ നിമിഷം വൈകും തോറും ദുർബലമായ പ്രതിരോധം തീർത്തു വരിക. മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇന്ത്യയിലെ എവിഡൻസ് നിയമത്തിൻ്റെ വകുപ്പുകൾ? ഒരു പെൺകുട്ടി എപ്പോൾ അത് വെളിപ്പെടുത്തണം എന്നുള്ളത് ആ പെൺകുട്ടിയുടെ താല്പര്യമാണ്. ആ പെൺകുട്ടിക്ക് പല കാരണങ്ങളാൽ അത് വെളിപ്പെടുത്താതിരിക്കാം. എന്നാൽ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുള്ള എവിഡൻസുകൾ ശേഖരിച്ചു പോകണം. ഇന്ന് അവന്തിക വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടെലിഗ്രാം ചാറ്റുകളിൽ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എത്ര അറപ്പുളവാക്കുന്ന വാചകങ്ങളാ! നിങ്ങളുടെ തന്നെ ശബ്ദത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ, ഉത്തരവാദിത്വത്തോടു കൂടി. ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ, ആ ശബ്ദം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കരുതിയാൽ, ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.